ഹലോ ഗായ്സ്, ചെറിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ ശനിയാഴ്ച 18-ാം തീയതിയാണ്. സമയം 4 മണി. ഇന്ന് പ്രത്യേകിച്ച് UAE നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പം നോർത്തേൺ എമിറേറ്റ്സിൽ നല്ല തണുപ്പുണ്ടാവും എന്നൊക്കെ കേട്ടു. അപ്പം ചെറിയൊരു യാത്ര പോവുകയാണ്. ഉച്ചക്ക് 1-1:30 മണിയോട് കൂടിയാണ് ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു 3:30 മണിയോട് കൂടി തന്നെ എല്ലാം പെട്ടെന്ന് സെറ്റപ്പാക്കി ഞങ്ങൾ ഷാർജയിൽ നിന്ന് പുറപ്പെട്ടു. അഫീസിൻ്റെ കാറിലാണ് യാത്ര. നമ്മൾ ഹത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലം. ഈ അടുത്ത കാലത്ത് വന്ന മഴയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനെ പുല്ലൊക്കെ മുളച്ച് ചുറ്റും വലിയ മലകളും അതുപോലെ തന്നെ കുറേ മരങ്ങളും പിന്നെ കുറച്ച് അകലെയായിക്കൊണ്ട് വലിയ കുറേ ഫാമുകളൊക്കെ എല്ലാം കൂടി ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ ഇന്ന് സെറ്റാകാൻ വേണ്ടി തീരുമാനിച്ചു. എന്താണ് കുട്ടികൾ നിങ്ങൾ ഉണ്ടാക്കുന്നത്? പഴംപൊരി. വണ്ടി എടുക്കുക ഫീസേ. പഴംപൊരി ആക്കാൻ വേണ്ടിയിട്ട് പഴമൊക്കെ മുറിച്ചു, മാവൊക്കെ കുഴച്ചിരിക്കുമ്പോഴേക്കാണ് ഓയിൽ എടുക്കാൻ മറന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓയിൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഓയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ബൈ ബൈ. ഇനിയും എന്തൊക്കെ സാധനങ്ങളും വന്നിട്ടുണ്ടാകും എന്നറിയില്ല. അങ്ങനെ യൂണിയൻ കോപ്പിലെത്തിയിരിക്കുകയാണ്. ഇനി ഓയിൽ വാങ്ങണം. നമ്മളിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും കുറച്ചൊരു 3 കിലോമീറ്റർ പോയാൽ തന്നെ നമുക്ക് യൂണിയൻ കോപ്പ് കിട്ടും. ഷൈമി ഓയിൽ. നമ്മുടെ കൂട്ടത്തിലെ പഴംപൊരി സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ ഷൈമി. നിങ്ങൾ വിചാരിക്കും ഗൈസ് ഇത് ചായ വെക്കുകയാണെന്ന്. ചായ വെക്കുന്നതല്ല, ഇത് പഴംപൊരിയാണ്. പഴംപൊരി ഉണ്ടാക്കേണ്ട പാത്രവും എടുക്കാൻ മറന്നു. സമയം ഒരു 7-7:30 മണിയായതേ ഉള്ളൂ. പക്ഷേ തണുപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. അസഹനീയമായ തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ തീയൊക്കെ ഇട്ടു. കൂട്ടത്തിൽ ഷെമീലാൻ്റെ ബീഫ് കറി ഇങ്ങനെ കുക്കറിനകത്ത് വിസിൽ കാത്ത് കിടക്കുകയാണ്. പിള്ളേരൊക്കെ ഇങ്ങനെ പുതപ്പിനകത്തൊക്കെ കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങളും. ബീഫ് കറി ഇങ്ങനെ കുക്കറിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. വിസിൽ വരാറായി. അപ്പോൾ ഷെമീലാവും ഷൈമിയും ഒരു ഭാഗത്ത് പൊറോട്ടയുടെ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. നല്ല ചൂട് പൊറോട്ടയും ബീഫും. വാവ്, പൊളിക്കും. അങ്ങനെ ബീഫിൻ്റെ അവസാനത്തെ വിസിലും കൂടി അടിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതാ നിങ്ങളുടെ മുമ്പിൽ സ്വാദിഷ്ടമായ കാസർഗോഡ് പള്ളിക്കറി റെഡി. ആദ്യഘട്ടമായ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് രണ്ടാം ഘട്ടമായ ദോശ ബീഫിലേക്ക് കിടക്കുകയാണ്. കൂട്ടത്തിൽ എഗ്ഗ് ബുൽസയും പിന്നെ ചൂടുള്ള ഇലക്ഷൻ ചർച്ചകളും. സമയം ഏകദേശം രാത്രി 1:30 മണിയോടെടുത്തിരിക്കുകയാണ്. അതികഠിനമായ തണുപ്പാണ്. കാറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. തീൻ്റെ ഇത് കണ്ടോ, വല്ലാത്ത കാറ്റും. പ്ലേറ്റിൻ്റെ കളർ ഒഴിച്ചാൽ പൊറോട്ട, ദോശ, ബീഫ് എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ പിന്നെയും ഇതുപോലെ കുറേ സമയം ഇവിടെ ചെലവഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുവാൻ മറ്റൊരു വ്ളോഗ് കൂടി തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരം വെളുക്കാറായതോടുകൂടി തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.